കാസർഗോഡ് നഗരത്തിൽ ആളുകൾ നോക്കി നിൽക്കിയ സിനിമാ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് പട്ടാപ്പകലാണ്. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ 4 അംഗ സംഘമാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ഇത് നേരിൽ കണ്ട ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിനെ വിവരമറിയിച്ചു. വാഹനം കർണാടകയിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് സംസ്ഥാന അതിർത്തിയിൽ വലവിരിച്ചു. ഒടുവിൽ കർണാടകയിൽ നിന്നും യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോയതും സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് വിവരം. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ആന്ധ്ര രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നഗരത്തിലെ ഹോട്ടലിന് സമീപം പട്ടാപ്പകലാണ് സംഭവം. ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കർണാടകയിലെ ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കർണാടക പോലീസിന്റെ സഹായത്തോടെ കാസർഗോഡ് ടൗൺ പോലീസാണ് ആന്ധ്ര സ്വദേശികളായ 4 അംഗ സംഘത്തെ അതിസാഹസികമായി പിടികൂടിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകൂ. സംഭവത്തിന് ദൃക്സാക്ഷിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലമാണ് യുവാവിനെ മണിക്കൂറുകൾക്കകം മോചിപ്പിക്കാനായത്. ഓപ്പോസിറ്റിലുള്ള പാർക്കിങ്ങിൽ മുനിസിപ്പാലിറ്റി പാർക്കിങ്ങിൽ ഒരു ആന്ധ്രാപ്രദേശിലെ വണ്ടി ഉണ്ടായിരുന്നു. അവരൊരു 4 പേരും തോന്നുന്നു, എനിക്ക് 4 പേര് വന്നിട്ട് ഇവനെ ബലമായി പിടിച്ചു. എന്നാൽ ഇവനൊരു പ്രതികരണം ഉണ്ടായില്ല. അവരെ കൂടെ അവൻ ഇറങ്ങിയിട്ട് പോയി. അവർ വണ്ടിയിൽ കയറ്റി പോയി. പക്ഷെ അവനെ പിടിക്കുമ്പോൾ അവൻ്റെ കൊടുത്ത ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ ഒരാളെ പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുമല്ലോ, ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. സൈലൻ്റ് ആയിട്ട് അവൻ ഇറങ്ങിപ്പോയി. അവൻ മാസ്ക് ധരിച്ചിരുന്നു, കണ്ണാട വെച്ചിരുന്നു. പിന്നെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇല്ല, സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വന്നവർ സംസാരിച്ചില്ല. ഹോട്ടൽ പരിസരത്തെത്തിയ സംഘം യുവാവിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയ സംഭവം നഗരത്തെ നടുക്കിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്.